അതിന്റെ അതിപരിശമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം എന്റെ 4-5 വാക്യങ്ങൾ. ഇസ്രായേലി കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ ഹല്ലേലൂയ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ള ദൈവകൽപ്പന പഴയ നിയമ പ്രമാണം തൊട്ട് നിലനിൽക്കുന്നത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അതിനെക്കുറിച്ച് നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സകല ജനവും ഏകൻ, ആമേൻ, യഹോവയായ ദൈവം ഏകനാണ്. ഹല്ലേലൂയ. കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ സ്നേഹിക്കണം. ഹല്ലേലൂയ. മായം ചേർന്ന സാധനങ്ങളാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ വിൽപ്പനയ്ക്കുള്ളത്. സകല ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിനും മായം ചേർന്നതാണ്. മനുഷ്യന്റെ സ്നേഹവും മായം ചേർന്നതാണ് ഭൂമിയിൽ. എന്നാൽ മായം ചേരാത്ത ഒന്നുണ്ടെങ്കിൽ, മായം കലർത്തുവാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിനകത്ത് മായം ചേർക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചതാണ്. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിൽ കർത്താവ് ഇസ്രായേൽ ജനങ്ങൾക്ക് 10 കൽപ്പനകൾ നൽകിയിരുന്നുവെങ്കിലും ഹല്ലേലൂയ അതിലെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കൽപ്പന എന്ന് പറയുന്നത് കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമത്തിൽ കർത്താവ് 2 കൽപ്പനകൾ നൽകി. അതിലെ പ്രധാന കൽപ്പനയാണ് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത്. 2ാമത്തെ കൽപ്പനയാണ് നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. ഈ 2 കൽപ്പനയാണ് ഏറ്റവും പ്രാധാന്യം. നാം നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. മാത്രമല്ല ഹല്ലേലൂയ നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ പോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നവരെ അവരെ സ്നേഹിക്കണം. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഈ വചനം മോശ ഇസ്രായേലിന് നൽകി കൊടുക്കുമ്പോഴേ ഹല്ലേലൂയ ശേമ എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദന്മാരുടെ ഈ വിശ്വാസ പ്രമാണം പ്രൈസ് ദി ലോർഡ് ദിവസവും 2 പ്രാവശ്യം രാത്രി ഉറങ്ങുവാൻ തുടങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഹല്ലേലൂയ ചൊല്ലുന്ന പതിവ് അന്ന് യഥാസ്ഥിതിക യഹൂദന്മാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഹൂദന്മാരുടെ ഏക ദൈവവിശ്വാസത്തെ ഈ വാക്യം ഊന്നിപ്പറയുക. പ്രൈസ് ദി ലോർഡ്. സത്യവിശ്വാസികൾ ഈ വാക്യം ദിനംതോറും 2 പ്രാവശ്യം ഉരുവിടണമെന്ന് ഹല്ലേലൂയ മോശയാണ് അവരോട് ആജ്ഞാപിച്ചത് എന്ന് പാരമ്പര്യം പറയാം, രക്തം ചെയ്യും. അപ്പൊ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് ഈ വേദപുസ്തക ഭാഗത്ത് നമ്മൾ വായിച്ച് രാവിലെ ഉറങ്ങാൻ തുടങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഈ വചനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്നതാണ്. ഈ വിശ്വാസ പ്രമാണത്തിന് ആധാരമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതിൽ 1ാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ ഏകത്വം. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ കാര്യമാണ് ആരാധന യോഗ്യനായി മറ്റാരുമില്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമത്തിൽ വായിക്കുമ്പോഴും ഏകത്വം, ദൈവത്തിന്റെ ഏകത്വം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂവരെങ്കിലും ഏകത്വത്തിൽ ഒരുവനായ കർത്താവായ യേശുക്രിസ്തു വേണം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിപ്പാൻ. അതുപോലെ തന്നെ ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല. എന്നെ കേൾക്കുന്ന ഈ ലോകത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായി കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം ഈ കാണുന്ന പ്രപഞ്ചത്തെ, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ ലോകത്തിന്റെ മുഴുവൻ ഭരണാധികാരി, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, ഇതിന്റെ മുഴുവൻ അവകാശി കർത്താവായ യേശുക്രിസ്തുവാണ്.
അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരെയും നമുക്ക് കാണാൻ കഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യഹോവ ഭക്തിയിൽ നിന്നും ഉളവാകുന്ന സമ്പൂർണമായ അനുസരണം. ഹല്ലേലൂയ, യഹോവ ഭക്തിയിൽ നിന്ന് ഉളവാകുന്ന സമ്പൂർണമായ അനുസരണം. സർവോപരി ഇവയിൽ അധിഷ്ഠിതമായ ഏകാഗ്രത. ഹല്ലേലൂയ. ഇപ്പൊ യഹൂദന്മാരുടെ പൊതുവായ ആരാധനക്രമത്തിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അത് അവർ തെറ്റാതെ സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പുതിയ നിയമത്തിലും നാം ദൈവത്തിന്റെ ഏകത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ്, തൃത്വത്തിൽ മൂവരാണെങ്കിൽ ഏകത്വത്തിൽ ഒരുവനായ യേശുവിനെ നമ്മൾ മനസ്സിലാക്കി, ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കി, യഹോവ ഭക്തിയിൽ ഉളവാകുന്ന സമ്പൂർണ്ണ അനുസരണത്തോടെ ഏകാഗ്രത ഹൃദയത്തോടെ നാം നമ്മുടെ ദൈവത്തെ, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് മറ്റ് വിചാരങ്ങൾ പാടില്ല, മറ്റ് ചിന്താഗതികൾ പാടില്ല. ഹല്ലേലൂയ. ദൈവമായി ചേർന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളും ദൈവമായുള്ള ബന്ധം മാത്രമേ ഉണ്ടാകാവുള്ളൂ. ഹല്ലേലൂയ. ഒരമ്മയും കുഞ്ഞും ചെറുപ്പത്തിൽ, ചെറുപ്രായത്തിൽ, ഒരു കുഞ്ഞിന്റെ ചെറുപ്രായം, ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാലുടൻ ആ അമ്മയും കുഞ്ഞും കൂടെയുള്ള ബന്ധം, ഹല്ലേലൂയ, എത്രമാത്രം ശക്തമാണ് നമ്മൾ ഭൂമിയിൽ കണ്ടുവരാറുണ്ട്. ആ കുഞ്ഞിന്റെ ചെറു അനക്കം പോലും ആ അമ്മ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മളും കർത്താവുമായുള്ള ബന്ധം, നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും ശ്രദ്ധിക്കുന്നവനാണ് യേശു. നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു യേശു. നമ്മുടെ ചുണ്ടനങ്ങുന്നത് പോലും യേശു ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ നിരൂപണങ്ങൾ പോലും യേശു അറിയുന്നു. ദൂരത്ത് നിന്ന് അറിയുന്നവനാ. അപ്പൊ നമ്മുടെ ചലനങ്ങളും നമ്മുടെ ചുണ്ടനങ്ങുന്നതും നമ്മുടെ നിരൂപണങ്ങൾ പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് പുതിയ നിയമത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രമാണം എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തിലൊന്നും ഉണ്ടാകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്ന കാര്യമാണ് രക്തക്ഷയം. പ്രൈസലോ. അതാണ് നമ്മൾ വായിച്ച വല്ലം. അപ്പൊ ആവർത്തന 6:5 വായിക്കുന്നത് പോലെ വീണ്ടും ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലിയത് എന്നുള്ള പരീശന്മാരുടെ ചോദ്യത്തിന് യേശു ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് യഹൂദന്മാർ ചോദിച്ചപ്പോഴും യേശു ഈ വാക്യമാണ് അവിടെ എടുത്ത് പറഞ്ഞത്. ഹല്ലേലൂയ. അതിനോട് ചേർത്ത് ലേവ്യ പുസ്തകം 19:18 കൂടി കർത്താവ് ഉദ്ധരിക്കുക പറയുന്നുണ്ട്. അവിടെ ഈ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 34 തൊട്ട് 40 വരെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന. അപ്പൊ യേശുക്രിസ്തു പോലും നമ്മെ പഠിപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്ന്. അതിനപ്പുറത്തൊരു പ്രമാണമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രമാണത്തിന് വ്യത്യാസം വരുത്തുവാൻ, പ്രമാണത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് മനുഷ്യനെ ദൈവത്തിൽ നകറ്റി മറ്റു പലതിനെയും അനുഗമിപ്പാൻ ആഹ്വാനം കൊടുക്കുന്ന അനവധി ദുരുപദേശന്മാർ സഭയിൽ നുഴഞ്ഞുകയറിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞ അനവധി ന്യൂ ജനറേഷൻ വകുപ്പുകൾ ഉപദേശത്തിന് വിപരീതമായ ഉപദേശം കൊണ്ടുവന്ന് യേശുവിനേക്കാൾ കൂടുതലധികമായി ഇന്നത്തെ ന്യൂ ജനറേഷൻ വകുപ്പുകളെ ആരാധിക്കണമെന്ന ചിലരുടെയൊക്കെ നയങ്ങള് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നിങ്ങൾ യേശുവിനെ വിട്ട് മറ്റൊന്നിന്റെ പുറകെ പോകരുത്. ദുരുപദേശന്മാർ സഭയിൽ നുഴഞ്ഞു കയറുന്നു. പൗലോസ് തന്നെ അത് പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുന്ന പൗലോസ് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി, എത്ര യാഥാർത്ഥ്യമാണ്. ആട്ടും തോലണിഞ്ഞ ചെന്നായിക്കൾ വിരുദ്ധമായ കാര്യങ്ങളുമായി അവർ നിങ്ങളെ ചതിക്കുമ്പോൾ, അവർ നിങ്ങളെ വഞ്ചിക്കുമ്പോൾ, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായ മുഖ്യമായ കൽപ്പന കർത്താവിൽ സ്നേഹിക്കുന്ന കൽപ്പന നിങ്ങളുടെ ഹൃദയത്തിൽ നീങ്ങിപ്പോകരുത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ.
അപ്പൊ ഇവിടെ ദൈവം വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കല്പം ആവർത്തന പുസ്തകത്തിൽ ഏറ്റവും വലിയൊരു വിഷയമായിട്ടാണ് ഹല്ലേലൂയ നിൽക്കുന്നത്. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയത്തില്ല. എല്ലാത്തിനും മായം കലർന്നതായിരുന്നു. ഹല്ലേലൂയ. ഒരു രാഷ്ട്രീയക്കാരും ഒരു മത നേതാവും നിന്നെ സ്നേഹിക്കത്തില്ല. അവരുടെ എല്ലാ സ്നേഹം സ്വാർത്ഥത നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ സ്വാർത്ഥതയില്ലാത്ത യഥാർത്ഥ സ്നേഹം നൽകുന്നത്, മായം കലരാത്ത സ്നേഹം നൽകുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ച് ഈ ലോകത്തിലുള്ള സകല പ്രൊഡക്റ്റുകളും മായം ചേർന്നതാണ്. എല്ലാം മായം ചേർന്നതാണ്. എന്നാൽ മായമില്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് യേശു നമുക്ക് നൽകുന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറയട്ടെ. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറയും തോറും ഹല്ലേലൂയ, നിന്റെ പരാതികളും പരിഭവങ്ങളും എല്ലാം മാറി ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ കഴിയും. രക്തജയം. ആസാവ് പറഞ്ഞ പോലെ എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടമെന്ന, അത് ദൈവത്തോട് അടുത്തിരിക്കുവാനുള്ള ഒരു ഇഷ്ടം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. രക്തജയം. പലർക്കും ഇല്ലാത്ത കാര്യങ്ങളാണ്. പലർക്കും ദൈവത്തോട് അടുത്തിരിക്കുവാൻ ഇഷ്ടമില്ല. പലരും ലോകത്തോട് കൂടി അടുത്തിരിക്കുന്നു. ലോകത്തിന്റെ മോഹങ്ങളോട്, ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ലോക ഇമ്പങ്ങളിൽ മുഴുകി അതിനോട് ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. എന്നാൽ അതിൽ നിന്നൊരു ചെറിയ ന്യൂനപക്ഷത്തെ ദൈവം വേർതിരിച്ചിട്ട് പറയുക, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. ഈ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിൽ ഉറയ്ക്കുക കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ചതെന്ന്. ഹല്ലേലൂയ. എന്നൊരു അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തെന്ന്. ഹല്ലേലൂയ. അപ്പം പിതാക്കന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദത്തം യഹോവയായ ദൈവം പാലിച്ചുകൊണ്ട് അടിമ വീടായിരുന്ന മിസ്രയീമിൽ നിന്ന് അടിമത്തത്തിൽ കിടന്ന ഈ സാജനങ്ങൾ പീഡകൾ അനുഭവിച്ചപ്പോൾ, കഷ്ടം സഹിച്ചപ്പോൾ, അവരുടെ ഉറ്റ ഒരു ഉടയരുമൊക്കെ ഫറവോന്റെ ശക്തി കാണാൽ വെട്ടേറ്റ് മരിക്കുമ്പോൾ, അവർ വാളാൽ പിടഞ്ഞു മരിക്കുമ്പോൾ, മിസ്രയീമിലെ ഇരുപ്പുലയിൽ കിടന്ന് കഠിനമായ വേല ചെയ്ത് ഇഷ്ടിക ചുടുമ്പോഴും നെടുവീർപ്പ് പോലും വിടുവാൻ സമയമില്ലാതെ അടിമത്തത്തിൽ കിടന്ന ഇസാചനത്തെ വിടുവിച്ചു കൊണ്ടുവന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രത്യേകത, പാപത്തിൽ കിടന്ന, ശാപത്തിൽ കിടന്ന, ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ പാപത്തിനും ശാപത്തിനും അടിമകളായിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ വിടുവിച്ച് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്ന് നമ്മെ ദൈവമക്കളാക്കി, പ്രിയമക്കളാക്കി, ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റിയത് യേശുവിന്റെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ സ്നേഹം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. ആരോട് ചോദിച്ചാലും യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് പറയും. പക്ഷെ അവർ യേശുവിനെ സ്നേഹിക്കുന്നതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ, കടം മാറാൻ, സമ്പത്തുണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ, അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാകുവാൻ, രോഗം മാറാൻ, സ്ഥലം വാങ്ങാൻ, പെണ്ണിനെ കെട്ടിക്കാൻ, മകനെ കെട്ടിക്കാൻ, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് വിദേശത്ത് പോകുവാൻ, മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പലരും യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത് സ്വാർത്ഥ സ്നേഹമല്ല യേശുവിനെ കാണിക്കുന്നത്. യേശു ക്രൂശിൽ നൽകിയ ജീവൻ, യേശു ക്രൂശിൽ നൽകിയ വില, അത് മനസ്സിലാക്കിയവർ എന്ത് ചെയ്യും? നമ്മുടെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കും. രക്തജയം. ആ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെന്ന് നീ പേര് പറയുന്നെങ്കിൽ, ദൈവമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് യേശു ഉണ്ടാവും. ഹല്ലേലൂയ. പല ഭവനങ്ങളിൽ ചെന്നാൽ യേശുക്രിസ്തുവിന്റെ രൂപങ്ങളും യേശുക്രിസ്തുവിന്റെ പടങ്ങളും ഒക്കെ വെച്ച് ക്രിസ്തു ഈ വീടിന്റെ നായകനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് പലയിടത്തും കാണാൻ കഴിയും.
പക്ഷെ അതൊക്കെ ചുമരിന്മേൽ മാത്രമാണ്, ചുമരിന്മേൽ മാത്രം എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ ദന്തത്തിൽ കാണുന്ന പശു പുല്ല് തിന്നത്തില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ ചുമരിന്മേൽ വരച്ചിരിക്കുന്ന, ചുമരിന്മേൽ കാണുന്ന പശു പുല്ല് തിന്നത്തില്ല. അതെന്നും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, ആ പടമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ പലരുടെയും സ്നേഹം അങ്ങനെ, പലതും വീട്ടിൽ ക്രിസ്തു ഈ വീടിന്റെ നായകൻ, ക്രിസ്തു ഏക വഴി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ചുമരിന്മേൽ വരച്ചിരിക്കുന്ന പശുവിനെ പോലെയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ആരാധന പുറത്തു വരണം. നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ആരാധന പുറത്തു വന്ന് നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവസ്നേഹം പുറത്തു വരണം. ആത്മാവിൽ സത്യത്തിൽ നിനക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയണം. ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. നിനക്ക് തന്നിരിക്കുന്ന സമയം നീ ദൈവത്തിനു വേണ്ടി ചെലവഴിക്കണം. യേശു ക്രിസ്തുമായിട്ട് വലിയ ബന്ധം നീ സ്ഥാപിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധമായിരിക്കണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ അനവധി കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ അനവധി വാക്യങ്ങൾ. എത്രമാത്രം പ്രസംഗിച്ചാലും, എത്രമാത്രം ശുശ്രൂഷിച്ചാലും, എത്രമാത്രം വിവരിച്ചാലും തീരാത്ത വിധത്തിൽ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന സ്നേഹിത, നമുക്കെല്ലാം വിട്ടിട്ട് യേശുവിനെ സ്നേഹിക്കാം. ഈ ലോകത്തിലെ സർവ്വസുഖങ്ങളും വിട്ട്, സകല ഇംഗിതങ്ങളും വിട്ടിട്ട് നമുക്ക് യേശുവിനെ സ്നേഹിക്കാം. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആ പ്രത്യാശയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആമേൻ. ദൈവത്തെ മാമോനെയും കൂടെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ മാമോനെയും കൂടെ ഒരുപോലെ നമുക്ക് പിന്തുടരാൻ കഴിയത്തില്ല. ഇരു തോണിയിൽ കാലുവെക്കാൻ കഴിയത്തില്ല. രണ്ട് ശക്തികളുടെ പിന്നാലെ പോകാൻ കഴിയില്ല. ഒന്ന് ഈ ദൈവശക്തിയിൽ നീ നിറയപ്പെടണം. രക്തം ചെയ്യും. ഇന്ന് പലരും ദൈവത്തെ മാമോനെയും കൂടെ സ്നേഹിക്കുന്നത്, പലരും രണ്ടു തോണിയിലാണ് കാല് വെച്ചിരിക്കുന്നത്. അതെല്ലാം അപകടമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നമുക്ക് നൽകുമ്പോൾ, ദൈവത്തിന്റെ ആലോചന നൽകുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഈ ലോകത്തിൽ നിനക്ക് ജീവിതം ഒന്ന് മാത്രമാണ്, ജീവിതം ഒരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നിനക്ക് കിട്ടത്തില്ല, രണ്ടാമത് നിനക്ക് ഒരു ആരാധന ഇവിടെ കിട്ടത്തില്ലെന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് ലഭിച്ച സമയം ഒന്നുകിൽ 70 വയസ്സിലേറിയാൽ 80 വയസ്സിൽ ഒരുപക്ഷെ അല്പം കൂടെ മുന്നോട്ട് പോയേക്കാം. ഒരുപക്ഷെ 70 പോലും നീ തികച്ചെന്ന് വരത്തില്ല. അതിനു മുമ്പേ നിന്റെ ജീവിതം ഇവിടുന്ന് പൊലിഞ്ഞു നീ ഇവിടുന്ന് മാറിപ്പോയാൽ നിത്യതയിലെത്തണമെങ്കിൽ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനോട് മാത്രം അടുത്ത ബന്ധം, യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകളായി നിന്നുകൊണ്ട് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് ദൈവരാജ്യം അവകാശമാകുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിനെതിരെ ദൈവസ്നേഹത്തിന് ഒരു സ്തോത്രം പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും, നിന്റെ നോട്ടത്തിലും ചിന്തയിലും കേൾവിയിലും, നിന്റെ കൊടുക്കലിലും വാങ്ങലിലകത്തും, നിന്റെ ക്രയവിക്രയം, നിന്റെ ജോലി മേഖലയിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം, നീ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവസ്നേഹം നിലനിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ, ഹല്ലേലൂയ, അടുത്തൊരാൾ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ അവരെ വിദ്വേഷത്തോടെ കാണാതെ, അവരെ ഇറച്ചൂടെ കാണാതെ ദൈവസ്നേഹത്താൽ അവരെ നിറയ്ക്കുവാൻ കഴിയണം. ഹല്ലേലൂയ, രക്തജയം. അല്ലെ, പല ബസ്സിലും നമ്മൾ കയറുമ്പോൾ പല സീറ്റിലേക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന കാണത്തില്ലേ? ദൈവമക്കളെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളെ എന്തിനാ ദൈവം വിളിച്ചു വേർതിരിച്ചേ? നമ്മുടെ ഉള്ളിൽ എന്തിനാണ് ദൈവസ്നേഹം തന്നത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന ദൈവം തന്നിട്ട്, ദൈവം നമ്മുടെ മുമ്പിൽ ചില സാഹചര്യങ്ങൾ ഒരുക്കി തരും. നമ്മിൽ നിന്ന് ശോധനയുടെ കടത്തിവിടും. നമ്മളെ ദൈവം അവിടെ മനസ്സിലാക്കും. അല്ലേലേ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, സകലരെ സ്നേഹം ക്രിസ്തു മാർഗം അഥവാ ക്രൈസ്തവ മാർഗം സ്നേഹത്തിന്റെ മാർഗമാണ്. ക്രിസ്തുമാർഗം, ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാർഗമാണ്. കർത്താവിന്റെ സ്നേഹത്തെ പ്രാപിക്കുന്ന, ഹല്ലേലൂയ, പ്രാപിക്കുക എന്ന് പറഞ്ഞത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ പ്രാപിക്കണം. മാത്രമല്ല, ആ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം
നമ്മൾ പ്രാപിക്കുന്തോറും ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. രക്തം ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്നേഹം വെളിപ്പെടുത്തണം. ക്രിസ്തുവിൽ നിന്ന് സ്നേഹം വാങ്ങി ലോകത്തിന് അറിയിക്കുവാനായി ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മളിൽ നിറച്ച് നമ്മളത് വാങ്ങി നമ്മളത് പ്രാപിച്ച് ലോകത്തിൽ പാപികളായിരിക്കുന്ന ശാപത്തിൽ വീണ് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കിടക്കുന്ന ജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം ഞാനും നിങ്ങളും വെളിപ്പെടുത്തി കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് നാം സുവിശേഷീകരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം പറയുന്നത്. കവലകളിലും പട്ടണങ്ങളിലും തിരുക്കൂണുകളിലും നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. ഈ ലോകത്തിൽ സ്നേഹമെന്തെന്നറിയാതെ കണ്ണുനീർ കടലിലൂടെ കടന്നു പോകുന്ന ജനത്തെ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടല്ലേലൂയ ദൈവം തന്നെ ജനത്തെ സ്നേഹത്താൽ നിറച്ചിരിക്കുന്നു. ദൈവ സ്നേഹം തന്നെ. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവസ്നേഹത്തിൽ എന്ത് ചെയ്യണം? നിറയപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ഇന്നും മനുഷ്യർ സ്വയം സ്നേഹിക്കുന്നു, തങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നു. വയറ് വീണ്ടും വീതം നിറയ്ക്കുവാൻ വേണ്ടി വിവിധമായ സാധുഭോജനങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ സ്വയമായി സ്നേഹിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് തങ്ങളെ തന്നെ സ്നേഹിക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വയറ് നിറയ്ക്കാൻ വേണ്ടി സ്വാദഭോജനം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സ്വാദേറിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വയറെന്നുള്ള ചിന്തയോടുകൂടി മനുഷ്യൻ സ്വയം സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഭവനത്തിലുള്ള മാതാപിതാക്കളെ മറന്ന കുഞ്ഞുങ്ങളെ മറന്ന് ഭാര്യയെ മറന്നിട്ട് സ്വയം വയറിനെ സ്നേഹിച്ചുകൊണ്ട് കിട്ടുന്ന അധ്വാനം മുഴുവൻ തട്ടുകടയിലും ഇന്നത്തെ ഹോട്ടലുകളിലും ചെലവഴിച്ച് അവസാനം കയ്യിൽ ഒന്നുമില്ലാതെ ഓട്ടസഞ്ചി പോലെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്ന അനവധി ആളുകളുണ്ട്. അവരെല്ലാം സ്വയസ്നേഹികളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ ഹോട്ടലിൽ കയറി ഏറ്റവും രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് നിന്റെ വയറ് നിറയ്ക്കുമ്പോൾ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ മാതാവിനെ, നിന്റെ പിതാവിനെ, നിന്റെ ഭാര്യ, നിന്റെ മക്കളെ കൂടെ ഓർക്കണം. ഹല്ലേലൂയ. അല്ലാതെ നീ തന്നെ തിന്ന് നിറയ്ക്കുന്നത് ദൈവസ്നേഹമല്ല. അത് നിന്റെ വയറിനെ നിറയ്ക്കാൻ വേണ്ടി നിന്നിലുള്ള സ്വയത്തമാണ്, സ്വാർത്ഥതയാണ്. ഇത് പലരെയും നമുക്കറിയാം. എന്നിട്ട് വയറിനടച്ച് തിന്നിച്ച് വീട്ടിൽ ചെന്ന് മക്കളോട് കഥ പറയും, ഭാര്യയോട് കഥ പറയും. ഞങ്ങൾ അത് തിന്നു, ഇത് തിന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് വീട്ടിലിരിക്കുന്ന ഭാര്യയും മക്കളും കേൾക്കുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനയാണെന്നറിയാമോ? അല്ലേരി, അങ്ങനെ ചെയ്യാൻ നീ എന്റെ ഹൃദയം അനുവദിക്കരുത്. അല്ലേ? അപ്പൊ ഇന്ന് മനുഷ്യർ സ്വയം സ്നേഹിക്കുന്നു, തങ്ങളുടെ ശരീരത്തെ സ്നേഹിച്ച് വയറിന് നിറയത്തക്ക വിധത്തിൽ വിവിധമായ സ്വാദഭോജനങ്ങൾ അനുഭവിക്കുന്നു. മറ്റു ചിലർ തങ്ങളുടെ കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്നു. വേറെ ഒരു കൂട്ടരുണ്ട്, അവർ തങ്ങളുടെ കുടുംബത്തെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അയൽവാസിയെ കണ്ടാൽ പോലും ഒരു നല്ല വാക്ക് പറയാൻ ഒന്ന് ചിരിച്ചു കാണിക്കാതെ, മുമ്പിൽ വരുന്ന ഭിക്ഷക്കാരന് ഒരു 10 രൂപ എടുത്ത് കൊടുക്കാതെ, ഹല്ലേലൂയ, അവരുടെ കുടുംബം എന്ന് പറഞ്ഞ് മാത്രം പോകുന്നവരുണ്ട്. ഇന്നും ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ മുമ്പിൽ വരുമ്പോൾ 50 പൈസ ഇല്ലല്ലോ, 1 രൂപ തൊട്ട് പിറകി കൊടുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ കൈ നീട്ടുമ്പോൾ, ഒരു യാചകൻ വന്ന് നിന്റെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ നീ 1 രൂപയും 2 രൂപയും 5 രൂപ തൊട്ടും പിറകി കൊടുക്കരുത്. ഹല്ലേലൂയ. ഒരു യാചകൻ നിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയാൽ നീ ആ യാചകന് 10 രൂപ കൊടുത്തിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 10 രൂപ. കാരണം ഒരു കടയിൽ ചെന്നാൽ ഒരു 10 രൂപ കൊടുത്താൽ ചായ കിട്ടത്തുള്ളൂ. ഒരു യാചകൻ ഒരുപക്ഷെ നിന്റെ കയ്യിൽ വന്ന് നിന്റെ മുമ്പിൽ കൈ നീട്ടുന്നത് വിശന്ന് പൊരിഞ്ഞ വയറുമായി ക്ഷീണിച്ചിരിക്കുന്ന എല്ലും തോലുമായി നിൽക്കുന്ന മനുഷ്യ പ്രാകൃതി പൊരുൾ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ നിന്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരുപക്ഷെ ഒരു ചായ കുടിച്ച് ആശ്വസിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നിന്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്ക് നീ ഒരു 10 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ കടയിൽ പോയി ഒരു ചായ കുടിക്കാൻ കഴിയും. അതാണ് ദൈവസ്നേഹം. അല്ല, ഞാനും എന്റെ കുടുംബം എന്ന് പറഞ്ഞ് യാചകൻ നിന്റെ മുമ്പിൽ ഒരു കണ്ണടച്ചിരിക്കരുത്. നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ യാചകന്മാരരികിലേക്ക് വരുമ്പോഴത്തേനും സീറ്റിലിരിക്കുന്ന വിശ്വാസികൾ കണ്ണടയ്ക്കാൻ തുടങ്ങും, കണ്ണടച്ചിരിക്കും. പിന്നെ വേറെ മട്ടിലും നോക്കുകയുള്ളൂ. ആ യാചകന്റെ മുഖത്ത് നോക്കത്തില്ല, നിങ്ങൾ അവന്റെ മുഖത്ത് നോക്കണം. അവന്റെ മുഖത്ത് വിശപ്പിന്റെ വിളിയുണ്ട്, അവന്റെ മുഖത്ത് ദാഹത്തിന്റെ വിളിയുണ്ട്, അവന്റെ വയറ് ഒട്ടിക്കിടക്കുകയാണ്. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ,
അങ്ങനെയുള്ള വ്യക്തികൾക്ക് നീ ഒരു സഹായം ചെയ്യണം. ദൈവം നിന്നെ സ്നേഹിച്ചത്, ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്, ദൈവം സ്നേഹം നിന്റെ ഉള്ളിൽ പകർന്നത് അല്ലേറിയ നീ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. നിന്റെ മുമ്പിൽ വരുന്ന പ്രായഭേദമന്യേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, മനുഷ്യന്റെ സ്ഥിതികളെ നീ നോക്കാതെ, അവനെ നീ വിധിക്കാതെ, അവന്റെ സാഹചര്യം അറിഞ്ഞ് നിന്റെ മുമ്പിൽ കൈനീട്ടുന്നവൻ ഒരു ചായക്കുള്ള പൈസ നീ കൊടുക്കണം. അല്ലേരിയ. അപ്പൊ നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പാസ് അതൊക്കെ കൊടുക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിതം, ഞാനൊരു യാചകന്റെ മുമ്പിൽ കൈ നീട്ടിയാൽ അല്ലേരിയ അവർക്ക് ഞാൻ 10 രൂപയെങ്കിലും കൊടുക്കും. മിക്കവാറും പേർക്ക് 20 കൊടുക്കാറുണ്ട്. കാരണം ഒരു ചായക്ക് ഒരു കടിക്കും. അല്ലേരിയ. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. ചിലപ്പം ചോദിച്ചില്ലേ പോലും കൊടുക്കാറുണ്ട്. അല്ലേരിയ. എന്തിനാണ് ദൈവം നമുക്ക് സ്നേഹം തന്നത്? ദൈവം നമ്മെ സ്നേഹിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കാനാ. അല്ലേരിയ. അപ്പം നമ്മെ ചിലര് തങ്ങളുടെ കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്നു. എന്നാൽ നിങ്ങളോ നിങ്ങളുടെ ആദ്യ സ്നേഹം, പൂർണ്ണ സ്നേഹവും കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. നിങ്ങളുടെ ആദ്യ സ്നേഹവും പൂർണ്ണ സ്നേഹവും നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ആ സ്നേഹം നിങ്ങൾ നിറവേറുന്നത്, ആ സ്നേഹം നിങ്ങൾ വെളിപ്പെടുന്നത്. അല്ലേരിയ. അതുകൊണ്ട് എന്റെ കേൾക്കുന്ന നിങ്ങൾ കർത്താവിന്, കാരണം നിങ്ങളുടെ ആദ്യ സ്നേഹവും പൂർണ്ണ സ്നേഹവും കർത്താവിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, ജീവൻ നൽകിയവൻ, നിങ്ങളെ അന്വേഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നിങ്ങളെ മക്കളാക്കി മാറ്റിയവൻ, സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റിയത്, പുത്രത്തിന്റെ ആത്മാവിനെ തന്നത് യേശു ക്രിസ്തുവാ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം കർത്താവിനായിരിക്കണം. നിങ്ങളുടെ സൃഷ്ടാവാണ് ദൈവം, നിങ്ങളുടെ ഭർത്താവാണ് ദൈവം, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് ദൈവം, നിങ്ങളുടെ രക്ഷകനാണ് ദൈവം. നിങ്ങളെ സ്നേഹിക്കുന്നവനാണ് ദൈവം, നിങ്ങളോട് മനസ്സലിവുള്ളവനാണ് ദൈവം, നിങ്ങളോട് കരുണയുള്ളവനാണ് ദൈവം, നിങ്ങളോട് ദയ തോന്നുന്നവനാണ് ദൈവം, നിങ്ങളോട് മഹാദീർഘക്ഷമ കാണിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞെന്ന കൽപ്പന നീ പാലിക്കണം. രക്തം ചെയ്യുക. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, കുടുംബത്തിന്റെ കണവീര് മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, കുടുംബത്തിനകത്ത് അനുഗ്രഹം വർദ്ധിക്കട്ടെ, കുടുംബ ജീവിതത്തിൽ സന്തോഷം പെരുകട്ടെ, ജീവിതത്തിൽ താളപ്പിഴകളെല്ലാം മാറി, താളം തെറ്റിയ ജീവിതം മാറി, നിന്റെ കുടുംബത്തിനകത്ത് അടിസ്ഥാനപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിസ്തു എന്ന ബാണവിയിൽ നീ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. എന്റെ ഏരിയ എന്ന് പറയാം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, ക്രിസ്തു എന്ന സ്നേഹത്തിന്മേൽ നീ പണിയെടുക്കണം. നിന്റെ കുടുംബത്തെ രക്തം ചെയ്യും. ഇപ്പൊ യേശുവിനെ സ്നേഹിക്കണം. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, ജീവൻ നൽകിയവൻ, നിങ്ങളെ അന്വേഷിച്ചവൻ, മക്കളാക്കി മാറ്റിയവൻ, നിങ്ങളെ മാറോട് ചേർത്തണച്ചവൻ, നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും തന്ന് നിങ്ങളെ സ്നേഹിച്ചവൻ യേശുക്രിസ്തു മാത്രമാണ്. അല്ലേരിയ. അവസാനത്തുള്ളി രക്തം വരെ തന്ന് നിങ്ങളെ സ്നേഹിച്ചതിന് യേശുവാണ്. ഞാൻ ഈ സ്നേഹത്തെക്കുറിച്ച് 2-3 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ സ്നേഹിച്ച സ്നേഹം ഓർത്താൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം പാപിയായിരുന്ന, ദോഷിയായിരുന്ന, പാപത്തിലും ശാപത്തിലും വീണ് കിടന്ന്, മദ്യത്തിനും മയക്കിനും ലഹരിക്ക് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കകത്ത് അകപ്പെട്ട് വീണ് നിത്യമായ നരകത്തിന് അധീനനായി ജീവിച്ച എന്നെ തേടി വന്ന ദൈവം, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ, എന്നെ മകനാക്കി മാറ്റിയവൻ, ദൈവരാജ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി നിത്യതയെക്കുറിച്ച് വെളിപ്പെടുത്തിയവൻ, നിത്യജീവൻ തന്നവൻ, എന്നെ മാറോട് ചേർത്തണച്ചവൻ, യേശുവിനെ കുറിച്ച്, യേശു തന്ന സ്നേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിനക്ക് സ്തോത്രം പറയാമോ? യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് പറ, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന കൗമാരക്കാരോട് പറയട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശു നിന്നെ സ്നേഹിക്കുന്നിടത്തോളം സ്നേഹം വേറെ ഒരിടത്തും നിനക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. ലോകം എന്തെല്ലാം മധുരം കൂട്ടി എന്തെല്ലാം നിനക്ക് തന്നാലും, എന്തെല്ലാം മധുരവാക്കുകളിലൂടെ നിന്നെ സംബോധന ചെയ്താലും, ആ സ്നേഹത്തിനകത്തെല്ലാം കളങ്കം ഉണ്ടായിരിക്കും. രക്തം ചെയ്യും. അപ്പം ഭൂമിയിലെ സ്നേഹങ്ങളെല്ലാം മായം ചേർന്ന കളങ്കം നിറഞ്ഞതാണ്, കളങ്കമുള്ളതാണ് ഭൂമിയിലെ സകല സ്നേഹങ്ങളും. യേശുവിന്റെ സ്നേഹത്തിനകത്ത് കളങ്കമില്ലാത്ത സ്നേഹമാണ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്ന് നമ്മെ ജീവന തുല്യം സ്നേഹിച്ചത്, രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി നിത്യജീവനെ തന്ന യേശുവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ കർത്താവിനെ സ്നേഹിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. രക്തം ചെയ്യും.
അല്ലേലിയ വേദപുസ്തകം വായിച്ചതുകൊണ്ടോ, വേദപുസ്തകം കൊണ്ട് നടന്നതുകൊണ്ടോ, വേദപുസ്തകം ചുവന്നതുകൊണ്ടോ, വേദപുസ്തകം അല്ലെങ്കിൽ മറ്റുള്ള പറഞ്ഞത് കൊണ്ടോ ആയില്ല. നിന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. അല്ലേലിയ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിന്റെ ഹൃദയത്തിനകത്ത് സ്നേഹമുണ്ടായിരിക്കണം. പ്രൈസലോ. അല്ലേലിയ സ്നേഹമില്ലെങ്കിൽ നമ്മള് ഒരു താളടിയാ കേട്ടോ. അല്ലേലിയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് 1 യോഹന്നാന്റെ ലേഖനം അല്ലെങ്കിൽ 4-ാം അധ്യായം അല്ലെങ്കിൽ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവ സ്നേഹം തന്നെ അല്ലെങ്കിൽ എന്ന് അവൾ എഴുതിയിരിക്കുന്നു. അപ്പം മറ്റുള്ളവനെ സ്നേഹിക്കാത്തവൻ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കൂട്ടുകാരനെ സ്നേഹിക്കാത്തവൻ, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, ഭാര്യയെ സ്നേഹിക്കാത്തവൻ, ഭർത്താവിനെ സ്നേഹിക്കാത്തവൻ, അമ്മായിയമ്മയെ സ്നേഹിക്കാത്തവൾ, മരുമോളെ സ്നേഹിക്കാത്തവൾ, അല്ലേലൂയ, അയൽവാസിയെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, ഇങ്ങനെയുള്ളവരൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അല്ലെ, ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ എല്ലാവരും സ്നേഹിക്കും. കുടുംബ സ്വർഗമായിരിക്കും. അല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, അല്ലേലൂയ, അന്യോന്യം സ്നേഹിക്കുക എന്നാണ് വേദപുസ്തകം പറയുന്നത്. അല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 7 തൊട്ട് വാക്യം വായിക്കാൻ, പ്രിയമുള്ളവരെയും നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹം എവിടുന്ന വരുന്നത്? ദൈവത്തിൽ നിന്ന്. സ്നേഹിക്കുന്നവരെല്ലാം എവിടുന്ന? ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. അല്ലേലൂയ. ജനിച്ചിരിക്കുന്നു. അല്ലേലൂയ. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, നാം തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന ദൈവം നമുക്ക് തന്നതാണ്. അവിടെ സ്നേഹവും, അല്ലേലൂയ, സ്തോത്രം, അല്ലെ, വിവേചനവും വിശേഷവും തമ്മിലുള്ള വൈരുദ്ധ്യം കാണാൻ കഴിയും. അല്ലെ, സ്നേഹവും വിദ്വേഷവും തമ്മിലുള്ള വൈരുദ്ധ്യം. അല്ലേ? അപ്പൊ സ്നേഹവും വൈരുദ്ധ്യങ്ങളും വിദ്വേഷത്തെ ഇവിടെ കാണിച്ചുകൊണ്ടാണ് അന്യോന്യം സ്നേഹിക്കാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ പരസ്പര സ്നേഹം ദൈവ പരിജ്ഞാനത്തിന്റെയും ആധാരമായ ജീവന്റെ പങ്കാളിത്തത്തിന്റെയും വ്യവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരണം. അല്ലേലൂയ. എന്നിട്ടാണ് പറഞ്ഞത് ദൈവസ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ. അല്ലേലൂയ. എന്നെ കേൾക്കുന്നത്, സ്നേഹിക്കുക എന്ന അടിസ്ഥാന സത്യം 3 കാരണങ്ങളാൽ വേദപുസ്തകത്തിൽ വിവരിക്കുന്നു. സ്നേഹം എന്ന അടിസ്ഥാന സത്യം 3 കാരണങ്ങളാൽ നമ്മിവിടെ വിവരിക്കുന്നത് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേതാണ് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അല്ലേലൂയ. സ്നേഹം ഇവിടെ നിന്ന് വരുന്ന ദൈവത്തിൽ നിന്ന് വരുന്നു. അല്ലേലൂയ. 2, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 3, സ്നേഹിക്കാത്തവൻ സ്നേഹിക്കുന്നവൻ അല്ലേലൂയ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. അപ്പം അല്ലേലൂയ, ഒന്നാമത്തെ കാര്യം, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്ന ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. ഇതാണ് ദൈവവചനം പറയുന്നത്. അല്ലേലൂയ. എപ്പോഴെല്ലാം നിന്റെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെടുന്നു, എപ്പോഴെല്ലാം നിന്റെ ഉള്ളിൽ സ്നേഹം തണുത്തു പോകുന്നു, അവിടെ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചികമായ ശക്തിയാണ്. കുടുംബത്തിൽ വഴക്കിടുന്നത് പൈശാചികമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുന്ന പൈശാചികമാണ്. അപ്പനും അമ്മയും മക്കളും തമ്മിൽ കലഹിക്കുന്ന പൈശാചികമാണ്. സഭയിൽ വിശ്വാസികൾ തമ്മിൽ കലഹിക്കുന്ന പൈശാചികമാണ്. സഭയിൽ പാസും വിശ്വാസികളും തമ്മിൽ കലഹിക്കുന്നത് പൈശാചികമാണ്. അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കലഹിക്കുന്ന പൈശാചികമാണ്, സാത്താന്യമാണ്. അയൽവാസികളോട് നീ കലഹമുണ്ടാക്കുന്നത്, ശത്രുതയുണ്ടാക്കുന്നത്, കൂട്ടുകാരനോട് നീ ഇറച്ചി ഉണ്ടാക്കുന്നത് എല്ലാം പൈശാചിക, അത് സാത്താനിൽ നിന്ന് വരുന്നതാണ്. അല്ലേലൂയ. ദൈവത്തിൽ ജനിച്ചവരെല്ലാം പരസ്പരം സ്നേഹിക്കും. അല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? പൈശാചികമായ ശക്തികൾക്ക് നിങ്ങൾ ഇടം കൊടുക്കാതെ, അല്ലേലൂയ, സാത്താന്യ ശക്തികൾക്ക് നിങ്ങൾ ഇടം കൊടുക്കാതെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിദ്വേഷങ്ങൾ കൊണ്ടുവരാതെ, ജീവിതത്തിൽ വിദ്വേഷം കൊണ്ടുവരാതെ നിങ്ങൾ യേശുവിനോട് ചേർന്ന് നടക്കണം. രക്തം ചെയ്യലേൽക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറണോ? നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണോ? നീ അനുഗ്രഹിക്കപ്പെടണോ? നിനക്ക് സൗഖ്യമാകണോ? നിനക്ക് സമാധാനം വേണോ? നിനക്ക് സന്തോഷം വേണോ? സ്വസ്ഥതയുള്ള ജീവിതം വേണോ? പ്രത്യാശ നിനക്ക് വേണോ? നിത്യതയിൽ നീ എത്തണോ? അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിനക്ക് അവകാശം ഉണ്ടായിരിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ നീ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഒന്നാമത്തെ 2ാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ എന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അല്ലേലൂയ.
എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് അനുഭവം എനിക്കറിയാം. അല്ലെങ്കിൽ ചില ആളുകള് ഒന്നിച്ച് ആരാധിക്കും, ഒരു പാലിരുന്ന് ആരാധിക്കും, ഒരു പള്ളിയിൽ പോയിരുന്ന് ആരാധിക്കും. വളരെ എന്നിട്ട് അവര് നമ്മൾ കലഹമാണ്, പരസ്പരം മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. ആമൻ രണ്ടുപേരുടെ മുഖം നോക്കിയ കടന്നൽ കുത്തുന്ന പോലെ, കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്. ഒന്നിച്ചൊരു വായിലിരുന്ന് ആരാധിക്കുന്നു, ഒന്നിച്ചൊരു വായില ദൈവത്തെ സ്തുതിക്കുന്നത്, ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു പള്ളിയില്ല, ഒരു വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നത്. ആരാധന കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, പലരുടെയും വഴിപാട് കഴിഞ്ഞ് പല പള്ളിയിലെ ആൾക്കാർ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖം നോക്കിയാൽ കടന്നല് കുത്തിയതുപോലെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവനൊക്കെ സാത്താന്റെ ഇഷ്ടത്തിന് മാറിപ്പോകും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവത്തെ അറിഞ്ഞവൻ, അവർ മറ്റുള്ളവരെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അവരുടെ മുഖത്തെപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അവരുടെ വാക്കുകളിൽ എപ്പോഴും ദൈവസ്നേഹത്തിന്റെ മാധുര്യം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. അപ്പം ദൈവ സ്നേഹം തന്നെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ സ്നേഹം എന്ന വിഷയം വ്യത്യസ്ത രൂപത്തിൽ ഈ ലേഖനത്തിൽ 43 പ്രാവശ്യമാണ് ഈ യോഹന്നാന്റെ ലേഖനം ഒന്നാം ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ കുറിച്ച് 43 പ്രാവശ്യം പറഞ്ഞു. നമുക്കെല്ലാം ചിന്തിക്കാൻ കഴിയില്ല. സ്നേഹത്തിന്റെ തനി ഭാവമാണ് ദൈവം. സ്നേഹസ്വരൂപനായ ദൈവത്തെയാണ് അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ദൈവസ്നേഹത്തിന് യഥാർത്ഥം സ്നേഹസ്വരൂപനായിരിക്കുന്ന കർത്താവിനെ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞ ഹല്ലേലൂയ ദൈവം എന്ന ആസ്തിത്വം തന്നെ സ്നേഹമെന്നാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ദൈവം ജീവന്റെ അപ്പമാണെന്ന് പറയുന്നു. അല്ലേ? യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു ജീവന്റെ അപ്പമാണ്. അല്ലേ? ജീവന്റെ അപ്പമാണ്, വെളിച്ചമാണ്, ജീവനാണ്, വഴിയും സത്യവുമാണ് എന്നിങ്ങനെ വർണ്ണിച്ചാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവസ്നേഹം അനുഭവിച്ച യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഹല്ലേലൂയ, അന്ന് ചക്രവർത്തി എന്നെ വറചട്ടിയിലിട്ട് വറുത്തപ്പോൾ, യോഹന്നാനെ യേശുവിനെ അനുഗമിച്ചതുകൊണ്ട്, യേശുവിന്റെ ശിഷ്യനായിരുന്നു കൊണ്ട് അന്നത്തെ റോമൻ ഗവൺമെന്റ് ഹല്ലേലൂയ വറചട്ടിയിലിട്ട് യോഹന്നാനെ വറുത്തപ്പോൾ, കൊന്നുകളയാൻ ശ്രമിച്ചപ്പോൾ ആ ദൈവസ്നേഹം യോഹന്നാനെ തേടിയെത്തിയത് കൊണ്ട് എന്ത് ചെയ്തു? തിളച്ചു മറിയുന്ന എണ്ണ പോലും യോഹന്നാന് പ്രശ്നമായി മാറിയില്ല. വറചട്ടിയിൽ എണ്ണയിലിട്ട് പൊരിക്കാൻ നോക്കിയെങ്കിലും യോഹന്നാൻ എണ്ണയിൽ പൊരിഞ്ഞൊരു ജീവനോടെ യോഹന്നാൻ പുറത്തേക്ക് വന്നു. ചക്രവർത്തിയും മലയാള സോമൻ ഫറാദിയന്മാരും പതറിപ്പോയി, ഭയപ്പെട്ടു പോയി. തുടർന്ന് യോഹന്നാനെ എന്ത് ചെയ്തു? പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തി. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനായിരുന്നപ്പോഴും അവിടെ ഈ യോഹന്നാൻ തളർന്നു പോയില്ല, മരിച്ചുപോയില്ല. ഒരു അസ്ഥി കൂടമായി അവിടെ മാറിയില്ല. പിന്നെയോ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞതുകൊണ്ട് പിന്നെ യോഹന്നാനെ മടക്കി വരുത്തി, പത്മോസിന് മടക്കി വരുത്തി. യോഹന്നാൻ വായിച്ചു ചെയ്യുന്നവനായി വൃദ്ധനായി എഫെസോസ് സഭയുടെ പാസ്റ്ററായി, സുവിശേഷകനായി, ശുശ്രൂഷകനായി തന്റെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോയി. യോഹന്നാനോട് ചോദിച്ച പറയും, യോഹന്നാനെ യേശുവിന്റെ സ്നേഹം എന്താണ്? യോഹന്നാൻ യേശുവിന്റെ സ്നേഹം അനുഭവിച്ചതുകൊണ്ടാണ് ഭക്തൻ തന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ഒക്കെ യേശു ജീവന്റെ അപ്പമാണ്, യേശു വെളിച്ചമാണ്, ഹല്ലേലൂയ, യേശു വഴിയും സത്യവുമാണെന്നൊക്കെ യോഹന്നാൻ വിവരിക്കുന്നത്. അതേ സ്നേഹിത, നിന്റെ പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ടയിട്ടാലും, നിന്റെ ജീവിതത്തിൽ ഏകാന്തത കടന്നു വന്നാലും, നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കടന്നു വന്നാലും, നീ ഏത് വെല്ലുവിളിയെ നേരിടേണ്ടി വന്നാലും, ഹല്ലേലൂയ, നീ തകർന്നു പോകുന്ന തരിപ്പണമാകുന്ന സാഹചര്യമായിരുന്നാലും അവിടെയെല്ലാം ജീവന്റെ വെളിച്ചമായിരിക്കുന്ന, ജീവന്റെ അപ്പമായിരിക്കുന്ന, വഴിയിൽ സത്യമായിരിക്കുന്ന, സ്നേഹമായിരിക്കുന്ന യേശുവിനെ നീ അനുഗമിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരുപക്ഷെ ആരും നിന്നെ സ്നേഹിക്കാൻ കണ്ടെന്ന് വരത്തില്ല, ആരും നിന്നോട് നല്ല വാക്ക് പറയാൻ കാണത്തില്ല, ആരും നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കാണത്തില്ല, നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ, നിന്റെ കണ്ണീരും തുടയ്ക്കുവാൻ ആരും കാണത്തില്ല, നിന്റെ കഷ്ടം കാണുവാൻ ആരും കാണത്തില്ല, നിന്റെ ദാരിദ്ര്യം കാണാൻ ആരും കാണത്തില്ല. നീ കടന്നു പോകുന്ന മാരകമായ രോഗാവസ്ഥയില് നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണില്ല. എല്ലാവരും കൈവിടപ്പെട്ടവനായിരിക്കും, എല്ലാവരും കൈവിടപ്പെട്ടവളായിരിക്കും. നീ നിന്റെ ജീവിതം വളരെ നീറുന്ന അനുഭവമായിരിക്കാം. അത് ഏത് സാഹചര്യമാകട്ടെ, അതിന്റെ നടുവില് നീ പതറി പോകണ്ട. നിന്നെ സ്നേഹിക്കുന്ന യേശു കൊണ്ട്, നിനക്ക് വേണ്ടി ജീവൻ തന്ന യേശു കൊണ്ട് ആര് കൈവിട്ടാലും നിന്നെ കൈവിട്ടവൻ കളയില്ല. യേശു നിന്നെ കൈവിട്ട് കളയില്ല.
അല്ലേരി ആര് കൈവിട്ടാലും യേശു നിന്നെ കൈവിടത്തില്ല കേട്ടോ. അവൻ നിന്നോട് കൂടെയുണ്ട്. അല്ലേരിയ ആമൻ. നീ നടക്കുന്ന വഴിയിൽ, നീ യാത്ര ചെയ്യുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ, നീ വിശ്രമിക്കുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, നിന്റെ കിടക്കയിൽ, അല്ലേരിയ നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നിന്നോടൊപ്പം ഇരുന്ന് നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അല്ലേരിയ അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ആമൻ യേശു ക്രിസ്തുവിനെ, അല്ലേരിയ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ യേശുവിനെ ആരാധിക്കണം, യേശുവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പം ക്രിസ്തുവിന്റെ സ്നേഹം സ്വീകരിച്ചത് മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം ക്രൈസ്തവർ. ഏതൊരു ക്രിസ്ത്യാനി അടുക്കൽ ദൈവസ്നേഹം ഇല്ലയോ അവൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല. ക്രൈസ്തവ സമൂഹത്തെ നോക്കി, ക്രൈസ്തവനെ നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ലെങ്കിൽ അവൻ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല, അല്ലെങ്കിൽ ക്രൈസ്തവനല്ല. ദൈവസ്നേഹമുള്ളവനാണ് ക്രൈസ്തവൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തിനു വേണ്ടി തന്നെ ഒരു അധ്യായം എഴുതി വെച്ചു. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, 1 കൊരിന്ത്യർ ലേഖനം അല്ലേലൂയ 13-ാം അധ്യായം നിങ്ങൾ മാറി മാറി വായിക്കണം, തിരിഞ്ഞും മറിഞ്ഞും വായിക്കണം. ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നിടം വരെ, ആ സ്നേഹം നിനക്ക് മനസ്സിലാക്കുന്നിടം വരെ, ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെന്ന് ആ സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വെളിപ്പെടുന്നിടം വരെ നീ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം വായിച്ചു പഠിക്കണം. നിനക്ക് വായിച്ചു പഠിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന കൗമാരക്കാർ പറയട്ടെ, ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറയട്ടെ. അല്ലേലൂയ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, ഇവിടെ പറഞ്ഞ 1 കൊരിന്ത്യർ ലേഖനം 13:1 പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് അല്ലെങ്കിൽ പൗലോസോട് രേഖപ്പെടുത്തുക. മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷ എന്ന് പറഞ്ഞ ഭാഷാപരത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊരിന്ത്യരോട് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ പറഞ്ഞു തുടങ്ങിയാണ് പൗലോസ് ഇവിടെ. ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൊരിന്ത്യ സഭയോട് പറഞ്ഞു കൊടുത്ത് കൊരിന്ത്യ സഭയ്ക്കകത്ത് നിൽക്കുന്ന ഇറച്ചുകൾ മാറി, ഭിന്നതകൾ മാറി, കലക്കം മാറി, അവർ സ്നേഹത്താൽ ഒന്നിച്ച് നിൽക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരണമെന്ന് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് നൽകുന്ന ഒരു ദൂതാണ് നമ്മളോട് വായിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്നവരെ, കർത്താവ് ആത്മീയ വരങ്ങളും ശക്തിയും നൽകി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സ്നേഹം, ഹല്ലേലൂയ, ആ സ്നേഹം നിന്റെ ഉള്ളിൽ നിറയണം. കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നിന്റെ കുടുംബത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ തലമുറ അനുഗ്രഹിക്കുമ്പോൾ, നിന്റെ ജോലി വിശാലമാകുമ്പോൾ, നിന്റെ നന്മ വർദ്ധിക്കുമ്പോൾ, നിനക്ക് പണമുണ്ടാകുമ്പോൾ, സ്വാധീനമുണ്ട്, ഉയർച്ചയുണ്ട്, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവസ്നേഹം നിറയണം. നീ മറ്റുള്ളവരെ മാനിക്കുവാൻ തുടങ്ങണം, മറ്റുള്ളവരെ മാനിക്കണം. ഹല്ലേലൂയ. സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്നേഹമില്ലാത്ത പ്രവർത്തനങ്ങളൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിലും സഭയിലും ശുശ്രൂഷയിൽ ദൈവസ്നേഹം നിറഞ്ഞു കവിയണം. സ്നേഹത്വങ്ങൾ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ തന്നെ സ്നേഹിച്ച തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്ന 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം രേഖപ്പെടുത്തി വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യമാണല്ലോ വായിച്ചത്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പുതിയ നിയമത്തിൽ അത് തന്നെ പറയുന്നു. പുതിയ നിയമം പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നു. യേശു പറയുന്നത് സ്നേഹം നിന്റെ ഉള്ളിൽ നിറയട്ടെ. കണ്ണുകളടച്ചാട്ട് സ്നേഹം തങ്ങളുടെ ജീവിതം നിരാശപ്പെട്ട് സങ്കടത്തിൽ തന്നെ കടന്നു പോകുന്ന ചില ഹൃദയങ്ങളിൽ ഇന്ന് പകൽ സ്നേഹം നിറയട്ടെ. ആരും നിന്നെ സ്നേഹിച്ചു, യേശു നിന്നെ സ്നേഹിപ്പാനുണ്ട്. നിന്റെ സകല കഷ്ടങ്ങൾക്കും മാറ്റം തരുവാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ യേശുവിന് കഴിയും. വേദനയാൽ നിറയപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് പകൽ ദൈവസ്നേഹം ഏറ്റെടുക്ക്. ദൈവസ്നേഹം സമർപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും, കർത്താവിന്റെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCR കർത്താവിന്റെ സൈന്യത്തിനായി, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന പോലീസിന്റെ, ജുഡീഷ്യൽ ഭാഗങ്ങളെ, അല്ലെങ്കിൽ സകലപേര്, ബുദ്ധിപേര്, ആരോഗ്യപേര്, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, എല്ലാ ഭാഗ്യമേഖലയിലായിരിക്കും സകല ജനത്തെയും ശൈശവത്തിനും ബാല്യത്തിനും
ബാല്യത്തിൽ കൗമാരത്തിൽ യൗവനത്തിൽ വാർത്തത്തിൽ രാവിലത്തിൽ അശന യാചകർ ഓർഫനേജ് ജുവലത്തും തടവറയിലായിരിക്കുന്നവർക്കായി കരയിലും കടലും ആകാശമാർഗം വാഹനോടി യാത്ര വാഹനം നിന്ന് സെയിൽസ് ചെയ്യുന്നവർ, കടലൂരെ വാസികൾ തീരദേശ വാസി മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ, അല്ലെങ്കിൽ കരകളിൽ കമ്പനിയും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ബലനിശ്ചിതമായി വ്യാപാരി വ്യവസായം വഴിയോര കച്ചവടക്കാർ, ക്ഷീരമേഖലയും കാർഷികമായി ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്ത് മെക്കാനിക് മോട്ടോർ രംഗത്ത് യൂണിയൻ രംഗത്ത് എന്റെ ടാക്സി ഓട്ടോ സർവീസിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരിലേറിയ മദ്യത്തിന് മൈക്കൊരു പഞ്ചലകരും അടിപ്പെട്ട് കിടക്കുന്ന തീവ്രവാദ ഭീകരം വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്നവർ, മതവിദ്വേഷം വരുന്ന അധികാരത്തിൽ സ്ഥാനമാനങ്ങൾ തമ്മിലടി കലഹിക്കുന്ന ഭരണവിദ്വേഷ പാർട്ടികൾ, സാമൂഹിക സംസ്കാര സംഘടന ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ, സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ അടക്കം സകല ജനങ്ങൾ മാനസാന്തരങ്ങൾ അടങ്ങി വരട്ടെ. സകല കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എല്ലാവരും യേശുവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ആ ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ട് പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ജനത്തെ കൃപ കൊടുക്കണം. വിദേശ രാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, മണ്ണാനിൽ വേദനയിരിക്കുന്നവർ, പാസ്പോർട്ട് ഭൂമി നഷ്ടപ്പെട്ടവർ, വിസ കിട്ടാൻ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ വിദേശത്ത് പീഡനങ്ങളുടെ സൗരമാർ ചിരിക്കിടക്കണം, മദ്യത്തെ ലഹരി അടിപ്പെട്ടവർ, അവരൊക്കെ ദൈവം വിടിവിക്കണമേ, സന്ദർശിക്കണമേ, മനസ്സാന്തരം കൊടുക്കും, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തന്റെ വില സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ, ദൈവമക്കൾ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവസ്നേഹം കഷ്ടം സഹിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിന് വേണ്ടി വേദന കഷ്ടം സഹിക്കുന്ന അനുഭവർ അവർക്ക് വിടിക്കണമേ. സമാധാനമില്ലാത്ത കുടുംബ സമാധാനം നിറയട്ടെ, പാപവും ശാപവും മാറിപ്പോകട്ടെ, രോഗവേദന അറിയട്ടെ, വാർദ്ധക്യസ്ഥിരമായ ഭാരപ്പെടി വിടിവിക്കപ്പെടട്ടെ, എല്ലാ ധാർമ്മികമായ ജീവിതത്തിൽ ജനങ്ങൾ വിടിവിക്കപ്പെടുവാൻ, കുടുംബത്തെ സമാധാനം യോഗ പ്രയത്നിക്കുന്ന സൗകര്യം വിവാഹം നടക്കട്ടെ, തലമുറയില്ലാ തലമുറ കൊടുക്കേണ്ട കുടുംബജീവിതം ചിഹ്നഭിന്നമായി സ്ഥാനപ്പെടുവാൻ, എല്ലാം ദൈവസ്നേഹത്താൽ അടിസ്ഥാനമുള്ളതായി തീരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, തകർന്ന് കമ്മി കടത്തണിയാൽ ഭാരപ്പെടുന്നവർ, ആത്മഹത്യ എത്തി നിൽക്കുന്നവർ, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, കൃഷിയിൽ പരാജയപ്പെട്ടവർ, വാഹനത്തിൽ വാഹനം പരാജിതരായവർ, എല്ലാ മേഖലയിലും കഷ്ടം സഹിക്കുന്ന എല്ലാ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരും തകർന്നു പോകരുത്. ഇന്ന് പകൽ എല്ലാ കുടുംബത്തിനകത്ത് ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിനകത്ത് ദൈവിക മറുപടി കാണുവാൻ കർത്താവ് ജന ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.